ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ റേഷൻ്റെ അരി ഉപയോഗിച്ച് ഒരു തേങ്ങാച്ചോറാണ് തയ്യാറാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ: അരി, ഉലുവ, കൊച്ചുള്ളി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്. കൊച്ചുള്ളി ഒക്കെ ഒന്ന് മുറിച്ച് മാറ്റുക. കഴുകിയ അരിയും ഉലുവയും കുക്കറിലോട്ട് ഇടുക. അതിനുശേഷം അതിലേക്ക് കൊച്ചുള്ളിയും തേങ്ങയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഞങ്ങളിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 4 ഗ്ലാസ് വെള്ളമൊഴിക്കുക. നന്നായി മിക്സ് ചെയ്ത് ഉപ്പ് പാകത്തിനല്ലേ എന്ന് നോക്കുക. കുക്കർ മൂടി സ്റ്റൗവിൽ വെച്ച് 2 വിസിലടിക്കുന്നതുവരെ കാത്തിരിക്കുക. ഗൈസ്, തേങ്ങാച്ചോറ് റെഡി ആകുമ്പോഴേക്കിനും നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. അതിനായി സവോള കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. നമുക്ക് ചിക്കൻ കറിയിൽ ഒരു കിഴങ്ങ് ചേർക്കാം. 2 ചെറിയ തക്കാളി കട്ട് ചെയ്ത് വയ്ക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾക്ക് സവാള വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ കുറച്ച് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. അടുത്തതായി നമ്മൾക്ക് മസാല ചേർക്കാം. മല്ലിപ്പൊടി, മുളകുപൊടി, കുരുമുളക് പൊടി, പെരുംജീരക പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. കട്ട് ചെയ്തു വെച്ച തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് കിഴങ്ങ് ചേർക്കുക. കിഴങ്ങ് ചേർത്ത ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് ഗൈസ്. ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. ഇതിലോട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് മാഗ്നേറ്റ് ചെയ്തു വെച്ച ചിക്കൻ ചേർക്കുക. ഇതിലേക്ക് ചൂടുള്ള 1 ഗ്ലാസ് വെള്ളം ചേർക്കുക. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വയ്ക്കുക. 1 വിസിൽ വന്നതിന് ശേഷം നമ്മൾക്ക് തുറക്കാം. അപ്പോഴേക്കും നമ്മുടെ തേങ്ങാച്ചോർ 2 വിസിൽ വന്ന് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും റെഡിയായി ഫ്രണ്ട്സ്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർക്കാം. നന്നായി ഇളക്കുക. ഗൈസ്, പുറത്ത് തകർത്തു പെയ്യുകയാണ് മഴ. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ? അകത്തിരുന്ന് ചൂടോടെ നമ്മൾക്ക് തേങ്ങാച്ചോറും കോഴിക്കറിയും തട്ടാം. തേങ്ങാച്ചോറിൻ്റെയും കോഴിക്കറിയുടെയും കൂടെ ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉഷാറായി.
എല്ലാവരും വായോ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.